ബാലു ബാലു ഈ ജ്യൂസ് കുടിക്കും. വേണ്ട താങ്ക്സ്. കുടിക്കടോ. ഫുഡ് കഴിച്ചില്ലെങ്കിലും ജ്യൂസ് കുടിക്കണം. അല്ലെങ്കിലേ ഈ ഫംഗ്ഷനെ തന്നെ അവോയ്ഡ് ചെയ്യും പോലെ ആവും. ആ കുടിക്കേ. ഇത് ഇത് ഹലോ കുടിക്കേ കുടിക്കേ. അപർണമോളുടെ ഭർത്താവല്ലേ? അതെ. അമ്മയും സഹോദരങ്ങളും വന്നില്ലേ? ഇല്ല. അതെന്താ? അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഓ ശരി, ആയിക്കോട്ടെ. എന്തായി? ഫംഗ്ഷൻ തുടങ്ങണ്ടേ? നീ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിക്കോ. എനിക്ക് ഇത്തിരി പണിയും കൂടെ ബാക്കിയുണ്ട്. നീ ചെല്ല്. ബാലു ഒരു ഗ്ലാസ് കൂടിയാ? വേണ്ട, തല വല്ലാതെ കുടിക്കുന്നു. ഈ ഗ്ലാസ് കുടിക്കേ. എന്തായി? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്ന ഏവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആവുക എന്ന് പറയുന്നത് എന്തുമാത്രം അഭിമാനം നിറഞ്ഞതാണെന്ന് പറയേണ്ടതില്ലല്ലോ. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ മകൾ അപർണയെ ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക്സ് മമ്മി. ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ കിരണിന്റെ കമ്പനിയിലാണ് അപർണ സിഇഒ ആയത്. അതാണ് കൂടുതൽ സന്തോഷം. ഈ സന്തോഷവേളയിൽ 2 വാക്ക് സംസാരിക്കാൻ അപർണയുടെ ബോസ് കമ്പനി MD കിരണിനെ ക്ഷണിക്കുന്നു. മമ്മി, ആദ്യം മഹിമാന്റെ സംസാരിക്കട്ടെ. ഹേയ്, നോ നോ നോ, ആദ്യം കിരൺ സംസാരിക്കട്ടെ. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കിന് വലിയ നന്ദി. വാസ്തവത്തിൽ അപർണയെ പോലൊരു ജീനിയസിനെ CEO ആയി ലഭിച്ചത് ഞങ്ങളുടെ കമ്പനിയുടെ നേട്ടമാണ്.
വെറും പരിചയം കൊണ്ടല്ല അപർണ എന്റെ കമ്പനിയിലെ സിഇഒ ആയത്. അപർണയുടെ കഴിവുകൊണ്ടാണ്. അപർണയെ കുറിച്ച് ഞാൻ പറയുമ്പോ പുകഴ്ത്തലാണെന്ന് തോന്നരുത്. ഞാൻ കണ്ട മിടുക്കി കുട്ടികളിൽ ഒരാളാണ് അപർണ. ആ, എല്ലാം കൂടി ദൈവം ഒരാൾക്ക് നൽകില്ല എന്നാ സാധാരണ പറയാറ്. പക്ഷേ എല്ലാം കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കുന്ന ഉദാഹരണങ്ങളും ഉണ്ട്. ആ ഉദാഹരണമാ നമ്മുടെ അപർണ. അപർണയെ എത്ര വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചാലും മതിയാവില്ല. അപർണ ഒരു തിളക്കമുള്ള സ്റ്റാറാണ്. ബാലു, പുകഴ്ത്തലൊന്നും ഇവിടെ വേണ്ട. ഇവരുണ്ടല്ലോ, ഇവരൊരു കള്ളനാ, കാട്ടുകള്ളൻ. ബാലു, ഇവിടെ ഇവൻ മോണിനായിട്ട് അഭിനയിക്ക. ബാലു എന്താ ഇത്? അപ്പു, നീയും ഞാനും തമ്മില് ഭയങ്കര സ്നേഹമാ. ആ സ്നേഹം ഇവനെ പോലുള്ളവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, മഹേഷ് ചെല്ല്. കൺട്രോൾ. അങ്കിൾ, അങ്കിളിനോട് എനിക്ക് വലിയ സ്നേഹമാ, ബഹുമാനമാ. പക്ഷേ ഈ വീട്ടിലെ ചിലർക്ക് അങ്കിളിന്റെ ക്വാളിറ്റി ഇല്ല. ഇവനെ ഇവനെ പുറത്താക്കണം, ഇപ്പൊ തന്നെ പുറത്താക്കണം. ബാലു പ്ലീസ്, ഒന്ന് വെറുതെ ഇരിക്കേ. ബാലു നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായി കുഴച്ചിലും പിച്ചുമ്പേയും വർത്താനം ഒക്കെ. അങ്കിൾ, ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ബാലു മദ്യപിക്കാറില്ല. ഇങ്ങോട്ട് മാറ്. എന്റെ അമ്മോ, ഇക്കത്തെ മണം. നീ മദ്യപിച്ച് പൂക്കുറ്റിയായിട്ട് നിക്ക. ഒന്ന് തന്നാലുണ്ടല്ലോ. ബാലുവിനെ പറ്റിച്ചല്ലേ? എന്റെ മകളുടെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. ബാലുവിനെന്താ അപർണയോട് അസൂയാണോ? ബാലു ഒരു സാധാ സ്റ്റാഫ്, അപർണ സിഇഒ. അതിന്റെ ദേഷ്യമാണോ? പാർട്ടി അലമ്പാക്കണമെന്ന് കരുതി മനഃപൂർവ്വം വെള്ളമൊടിച്ചിട്ട് വന്നതാ. എന്റെ ഈശ്വര, എന്റെ അപ്പുമോക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ബാലുവിനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട അച്ഛമ്മേ. നിർത്തടാ നിന്റെ ഷോ. എല്ലാവരുടെ മുന്നിൽ നീ നല്ല പുള്ളിയാവാൻ നോക്കുന്നോടാ. ബാലു, അയ്യോ, ബാലു, നിക്ക് ബാലു. അയ്യോ, ഹേയ്, വിട്. ബാലു, ബാലു, ബാലു വേണ്ട. മാറി, മാറി. വിട് ബാലു. ബാലു, ബാലു, വിട്, വിട്. വിട് ബാലു, വിട് ബാലു. ആ നോക്ക്, എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. എന്നാലും ബാലു ഇങ്ങനെ ഒരു കുടിയനാണെന്ന് അറിഞ്ഞില്ലല്ലോ യാമിനി. അപ്പൂനെ ഇങ്ങനെ ഒരു തന്റെ കയ്യിലാണല്ലോ പിടിച്ചേൽപ്പിച്ചത്. ചതച്ചു കളഞ്ഞല്ലോ ഇവൻ. ബാലു നോ. ചതിച്ചത് ബാലു അല്ല, ചതിച്ചത് സന്ദീപാണ്. ആന്റി, മോള് വിഷമിക്കണ്ട. ബാലു തെറ്റുകാരനല്ല. തെറ്റ് ചെയ്തത് സന്ദീപ.
ചതിച്ചത് സന്ദീപാ. ഞാൻ ചതിച്ചെന്ന്? ആ, ഞാൻ എങ്ങനെ ചതിച്ചേ? ദേ ബാലിനോട് ചോദിച്ചു നോക്ക്, ഞാൻ മദ്യം വാങ്ങി കൊടുത്തോന്ന്. സന്ദീപ് മദ്യം വാങ്ങിക്കൊടുത്തില്ല, പക്ഷേ തയ്യാറാക്കി കൊടുത്തു. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ഇവിടുത്തെ ചില പുകച്ചിലുകൾ എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ എനിക്കൊരു ഫോൺ വന്നപ്പോ സംസാരിച്ച് ഞാൻ എത്തിയത് ഇവിടുത്തെ കിച്ചന്റെ ഏരിയയിലേക്കാണ്. ഞാൻ കരുതി സന്ദീപിന് കഴിക്കാൻ വേണ്ടി മദ്യത്തിൽ ജ്യൂസ് ചേർക്കുകയാണെന്ന്. പക്ഷേ പിന്നെ ആ ഗ്ലാസ്സിലെ ജ്യൂസ് ബാലുവിന് മനഃപൂർവ്വം സന്ദീപ് കൊണ്ട് കൊടുക്കുന്നതും ഞാൻ കണ്ടു. ഈ ജ്യൂസ് കുടിക്ക്. വേണ്ട, താങ്ക്സ്. കുടിക്കേ. ഇത് ഇത് ബാലു, ഒരു ഗ്ലാസ് കൂടിയാ. ദാ ഈ ഗ്ലാസ് കുടിക്കേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, മദ്യം കുടിപ്പിച്ച് ബാലുവിനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാണം കെടുത്താനുള്ള ശ്രമമായിരുന്നു അതെന്ന്. പാവം ബാലു ആ ജ്യൂസ് കുടിക്കുമ്പോ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. സന്ദീപ്, മഹിമ പറഞ്ഞ സത്യാണോ? പറ, സത്യാണോ? സത്യാണെങ്കിൽ നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ആരാ ചെയ്യിപ്പിച്ചത്? മഹേഷേട്ടാ, സന്ദീപിനെ വിട്ടേക്ക്. പറ, എന്തിനാ ബാലുവിന് മദ്യം കൊടുത്തത്? മഹിമാന്റി പറഞ്ഞതൊക്കെ സത്യമല്ലേ? പറ, എന്തിനാ അങ്ങനെ ചെയ്തത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബാലുവിനെ മദ്യപാനിയാക്കാനോ? അതോ മദ്യത്തിന്റെ ലഹരിയിൽ ബാലു വിളിച്ചു പറയുന്നതൊക്കെ കേട്ട് ചിരിക്കാനോ? പറ, എനിക്ക് അറിയണം. എന്റെ ഭർത്താവിനോട് എന്തിനിത് ചെയ്തു എന്ന് എനിക്ക് അറിയണം. ഒന്നും അറിയാത്തതുപോലെ മാറി നിൽക്കുന്നതാ ഇപ്പൊ നല്ലത്. അല്ല, ഞാൻ ബാലു മദ്യം കഴിക്കുന്ന കരുതിയിട്ട. വീണ്ടും കള്ളം പറയുന്നു. ഇതിന്റെ പുറകിൽ അങ്കിളിനെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. എല്ലാം ഞാൻ കണ്ടുപിടിക്കും. ആന്റി, ആന്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആന്റി ഇല്ലായിരുന്നെങ്കിൽ ബാലു എല്ലാവരുടെയും മുന്നിലൊരു മുഴുക്കുടിയനായി മാറുമായിരുന്നു. ഞാനും ബാലുവിനെ തെറ്റിദ്ധരിച്ച് ബാലുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. ദയവായിട്ട് ആന്റി ഇവിടെ എത്തിച്ചത്. ഒന്നും സംഭവിക്കില്ല മോളെ, മോൾക്ക് നല്ലതേ വരും. ഞങ്ങൾ ഇറങ്ങും ആന്റി. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. പപ്പ, ഞങ്ങൾ ഇറങ്ങോ? ബാലു വാ. മോളെ,
നേരത്തെ കഴിഞ്ഞു മോളെ? ഞാൻ വിചാരിച്ചു നിങ്ങള് വൈകി എത്തുള്ളൂന്ന്. നാളെ വെളുപ്പിനെ വരുള്ളൂ എന്നാ വിചാരിച്ച്. എന്താ മോളെ നേരത്തെ വന്നത്? അത് പറയാം. ഇവിടെ എന്താ സംഭവം? കേക്ക്, ബലൂണ്, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. എന്താ അമ്മേ, ഇവിടെ കോളനിയിൽ വല്ല ആഘോഷം നടക്കുകയാണോ? കൺഗ്രാറ്റുലേഷൻസ് അപർണ. എനിക്ക് ആശംസകളോ? എന്താ അമ്മ ഇത്? മോളെ, ഇവിടെ കോളനിയിൽ ഗണേശനും വേണ്ടുവറ്റിനും ചേർന്ന് മോക്കൊരു സ്വീകരണം തരാൻ തീരുമാനിച്ചു. CEO ആയോണ്ട് നിങ്ങളെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി നിങ്ങളോട് പറയാതെ ഒരുക്കങ്ങൾ നടത്തി. മോള് വരുമ്പോ അത്ഭുതപ്പെടുത്താൻ വേണ്ടി എല്ലാരും നല്ല ഉത്സാഹത്തിലായിരുന്നു. പക്ഷേ ആടെ പോയതറിഞ്ഞപ്പോ എല്ലാരും ഒന്ന് തളർന്ന് നിരാശയായിപ്പോയി. ഈ കാര്യം ഞങ്ങളോടൊന്നും പറയാറുന്നില്ലേ അമ്മയ്ക്ക്? ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരായിരുന്നല്ലോ. എന്തൊരു കഷ്ടോ. നിങ്ങളെ ആടത്തെ സന്തോഷവും രസവും ഒന്നും കളയണ്ടെന്ന് വിചാരിച്ചു. അതിരിക്കട്ടെ, നിങ്ങളെന്താ നേരത്തെ വന്നത്? അത് പറ. പാർട്ടി നടന്നില്ല, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പോന്നു. അയ്യോ, എന്തു പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ശോ, കഷ്ടായിപ്പോയി. എത്ര സന്തോഷിച്ചിട്ടായിരുന്നു നിങ്ങൾ അങ്ങോട്ട് പോയത്. വിഷമായോ? വിഷമോ? ആർക്ക്? ദേ, ആഘോഷിക്കാൻ എല്ലാം ഒരുക്കിയിട്ടേക്കല്ലേ. നമ്മൾ ഇവിടെയാ ആഘോഷിക്കുന്നേ. ഇവിടെയാ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നേ. ഗണേഷ് മാമ, വേണുചേട്ടാ, അംബികേച്ചി, മഞ്ജുളേ, കീർത്തനെ, ശ്യാമേച്ചി, ആ സാഗർ, ദേ ഞങ്ങൾ എത്തിയേ. വാ വാ വാ, വേഗം വാ. ഗണേശ, വേഗം വാ. അപർണ വന്നോ? അപർണ, കൺഗ്രാറ്റുലേഷൻ. ഹലോ അപർണ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് ചേച്ചി. എനിക്ക് പാർട്ടി ആഘോഷിക്കാനുള്ള ഒരു മൂഡില്ല, ഞാൻ പോകുന്നു. ബാലു, അയ്യോ, ഇത് വലിയ കഷ്ടമായല്ലോ. അമ്പെടുക്കുമ്പോ വില്ലെടുക്കില്ല, വില്ലെടുക്കുമ്പോ അമ്പെടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ബാലു ഇല്ലാതെ നമ്മളെങ്ങനെ ആഘോഷിക്കും? അത് കാര്യാക്കണ്ട. ബാലുവിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചു കൊണ്ടുവരാം. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ഗണേശ് മാമൻ കൂടെ വാ.